തിരുവനന്തപുരത്ത് വന്ന സമയം തൊട്ട് എപ്പോഴും പോകുന്നതാണ് പാളയം പള്ളി. ഞായറാഴ്ചയെക്കാട്ടിലും കൂടുതൽ ഈ വഴിക്ക് പോകുമ്പോഴാണ് അവിടെ കയറി പോവാറ്. അവിടെ നമ്മൾ നേരെ ലുലുവിലേക്കാണ് പോകുന്നത്. അങ്ങനെ ലുലുവിലേക്ക് പോകാൻ വിളിച്ച ഓട്ടോയിലെ ഓട്ടോ ചേട്ടനോട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത്, ആ ചേട്ടൻ എല്ലാ മാസവും എല്ലാ ചിലവും കഴിഞ്ഞ് 80,000 രൂപ വൈഫിൻ്റെ കൈ കൊണ്ട് കൊടുക്കാറുണ്ടെന്ന്. ഓട്ടോക്കാർക്കൊക്കെ ഇത്രയും ഇൻകം ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ലുലുവിലെത്തി. ലുലുവിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് തന്നെ ചായശാലയിലെ സ്നാക്സും ചായയൊക്കെ കുടിച്ചിട്ട് വേറെ എന്ത് പരിപാടിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ സ്നാക്സും ചായ എല്ലാം കുടിച്ച് നമ്മൾ നേരെ പോണത് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. ഐമാക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു ലെജൻഡറി ഫിലിം കാണാനായിട്ടാണ് പോകുന്നത്. ആൻഡ് നമ്മൾ ഇത്രയും ഓടിപ്പോകുന്നത് വേറൊന്നിനുമല്ല, ഈ ഐമാക്സിൻ്റെ ഇൻട്രോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇൻട്രോ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആണോ? ഐമാക്സിൻ്റെ ഇൻട്രോ ഫുള്ള് കിട്ടി. നമ്മളൊരു ലെജൻഡറി മൂവി കാണാനായിട്ടാണ് ഇവിടെ വന്നത്. നമ്മൾക്ക് എന്തായാലും മനസ്സിലാവുമല്ലോ ഈ ഒരു കാല് കാണുന്നത് ആരുടെ മൂവിയാണെന്ന്. യെസ്, നമ്മളത് ലെജൻഡറി പോപ്പ് കിങ് ആയ മൈക്കിൾ ജാക്സൻ്റെ മൈക്കിൾ എന്ന ബയോപിക് കാണാനാണ്. മൈക്കിൾ ജാക്സൻ്റെ കസിൻ ജഫാർ ജാക്സൺ ഇത് അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മൈക്കിളാണെന്ന് തന്നെ തോന്നിയത് എനിക്ക്. ഇതിൻ്റെ ക്ലിപ്സ് ഒന്നും ഞാൻ ആഡ് ചെയ്തില്ല, സ്പോയിലർ ഒന്നും എന്തായാലും ആരും കാണണ്ട. അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിലേക്കാണ്. കുറച്ചായി ഫ്രോസൺ യോഗോട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വാലൻ്റ ഫ്രോസൺ യോഗോട്ട് ഓർഡർ ചെയ്തു. പിന്നെ ഈ ടോപ്പിങ്സിനെല്ലാം എക്സ്ട്രാ എമൗണ്ട് ബ്ലൂബെറി ബോബയും പിന്നെ ബിസ്കോഫ് ക്രംസുമാണ് ടോപ്പിങ്സ് ആയിട്ട് വന്നത്. 221 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. കുഴപ്പമില്ല, ബിലോ ആവറേജ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ കാണിക്കുന്ന ഹൈപ്പൊന്നും ഇല്ലയെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. വൺസ് ഒന്ന് ട്രൈ ചെയ്യാൻ കൊള്ളാം. അങ്ങനെ നമ്മൾ നേരെ ഊട്ടുപുരയിൽ നിന്ന് ഒരു ചനാ ഭട്ടൂരയും സ്പ്രിംഗ് മസാല ദോശ ഓർഡർ ചെയ്തു. സ്പ്രിംഗ് മസാല ദോശ നല്ല സ്പൈസിയാണ്, ആവറേജ് ആണ്. ചനാ ഭട്ടൂര എന്നത്തെ പോലെ അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി.